ഇടുക്കി മാങ്കുളത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ സംഘർഷം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനും പഞ്ചായത്ത് അംഗത്തിനും പരിക്കേറ്റു. ഇതോടെ ഇരുട്ടുകാനത്ത് തടിച്ചുകൂടിയ നാട്ടുകാർ റോഡ് ഉപരോധിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിലെ പവലിയനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മാങ്കുളം പെരുമ്പൻകുത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച വാച്ച് ടവർ വനഭൂമിയിലാണെന്ന അവകാശവാദം ഉന്നയിച്ച വനം വകുപ്പ് എത്തിയതോടെയാണ് പ്രതിഷേധത്തിന്റെ തുടക്കം. വാക്ക് തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിപിൻ ജോസഫ, മെമ്പർ അനിൽ കെ ആന്റണി എന്നിവർക്ക് പരിക്കേറ്റു. ഇതോടെ ജനപ്രതിനിധികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച നാട്ടുകാർ രംഗത്തെത്തി. ഇരുട്ടുകാനത്ത് നാട്ടുകാർ സംഘടിച്ച് വനംവകുപ്പിന്റെ വാഹനങ്ങൾ തടഞ്ഞു. തുടർന്ന് റോഡ് ഉപരോധിച്ചു. പരിക്കേറ്റ ജനപ്രതിനിധികളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മാങ്കുളം DFO പ്രകോപനപരമായി ഞങ്ങളുടെ വാർഡ് മെമ്പർമാരോടും അതോടൊപ്പം അവിടെ നിന്ന കുടുംബശ്രീ അംഗങ്ങളോടും പറയുകയുണ്ടായി. അതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചപ്പോൾ ആദ്യമേ 3-ാം വാർഡ് മെമ്പറായ അനിൽ ആന്റണിയെ പിടിച്ചു തള്ളുകയും അത് കണ്ടു നിന്ന ഞാൻ അനിലിനെ പിടിച്ച് എണീപ്പിക്കാൻ നോക്കിയപ്പോൾ ഈ മാങ്കുളം DFO എന്നെ പിടിച്ച് തള്ളുകയും ഞാൻ ആ പവലിനിലേക്ക് വീഴുകയാണ് ചെയ്തത്. മാങ്കുളം പഞ്ചായത്തിന്റെ വികസന പദ്ധതികൾക്കടക്കം തടസ്സം നിൽക്കുകയും ജനങ്ങളെ കുടിയൊഴിപ്പിക്കുവാനും വനംവകുപ്പ് നീക്കം നടത്തുന്നു എന്നാരോപിച്ച കാലങ്ങളായി മാങ്കുളത്തെ ജനങ്ങൾ വനംവകുപ്പിനെതിരെ പ്രതിഷേധത്തിലാണ്. ജനപ്രതിനിധികളെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.